കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് സാമ്പ്രാണിക്കൊടി ദ്വീപ്. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ സെക്കൻഡ് എൻട്രിയാണ് ഇത്. ഇവിടെ ഒരാൾക്ക് 150 രൂപയാണ് ഫീസ്. ഏകദേശം 10 മിനിറ്റോളം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ദ്വീപിൽ എത്തിച്ചേരുന്നത്. കായലിന് നടുവിൽ കാൽമുട്ട് വരെയുള്ള വെള്ളത്തിലൂടെ നടക്കാൻ സാധിക്കുമെന്നതാണ് ഈ ദ്വീപിൻ്റെ പ്രധാന ആകർഷണം. ഏകദേശം 10 മിനിറ്റോളം ബോട്ട് യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ദ്വീപിൽ എത്തിച്ചേരുന്നത്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. പ്രകൃതിയെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ യാത്ര വളരെ നല്ലൊരു അനുഭവമായിരിക്കും. തെങ്ങിൻ തോപ്പുകളും വൃക്ഷങ്ങളും മീൻ പിടിക്കുന്നതും വലകളും എല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ദ്വീപിൽ എത്തിച്ചേരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ സാമ്പ്രാണിക്കൊടി ദ്വീപ്. ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. കാൽമുട്ട് വരെയുള്ളൂ വെള്ളം. ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റും. പ്രകൃതി ഭംഗി നിറഞ്ഞ കണ്ടൽ ചെടികളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം. കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയുള്ള മനോഹരമായ ബോട്ട് യാത്രകൾ ലഭ്യമാണ്. ഏകദേശം ഒരാൾക്ക് 100 രൂപയാണ് ഫീസ് വരുന്നത്. കായൽ പരപ്പിന് മുകളിലൂടെയുള്ള അതിമനോഹരമായ സൂര്യാസ്തമയ ദൃശ്യവും ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. പണ്ട് ചൈനീസ് കപ്പലുകളായ ചമ്പ്രാണികൾ ഈ തീരത്ത് അടുത്തിരുന്നതിനാലാണ് ഈ പ്രദേശത്തിന് സാമ്പ്രാണിക്കൊടി എന്ന് പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു. ദേശീയ ജലപാതയ്ക്ക് വേണ്ടി കായൽ ഡ്രഡ്ജ് ചെയ്തപ്പോൾ ഉയർന്ന മണ്ണാണ് പിന്നീട് ദ്വീപായി മാറിയത്. ഇങ്ങനെയാണ് ഇതിന് സാമ്പ്രാണിക്കൊടി ദ്വീപ് എന്ന പേര് വന്നത്. ചുറ്റും കണ്ടൽ കാടുകൾ നിറഞ്ഞ മനോഹരമായ ഈ കാലാവസ്ഥയിലൂടെ കടന്നു പോകാൻ നല്ല രസമാണ്. നഗരത്തിൻ്റെ തിരക്കിലും ജോലി തിരക്കിലുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇടയ്ക്കൊന്ന് ഇടവേള എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. കണ്ടൽ കാടുകളും പക്ഷികളും ചെടികളും പിന്നെ മീൻ പിടിക്കാൻ വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ, അങ്ങനെ ഒട്ടനവധി മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണിവിടെ. നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ ഐലൻഡ് നോക്കി പോകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ കൊല്ലം ജില്ലയിലുള്ള ഈ സാമ്പ്രാണിക്കൊടി ദ്വീപിൽ പോകാൻ മറക്കരുത്. പ്രകൃതി ഇഷ്ടപ്പെടുന്ന, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. നമ്മൾ ഗൂഗിളിൽ സാമ്പ്രാണിക്കൊടി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ മനോഹരമായ ഒരു പിക്ചറില്ലേ, ആ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതെൻ്റെ സന്ധ്യാസമയത്തുള്ളൊരു ഫോട്ടോസാണ്. തിരിച്ച് നമ്മൾ സാമ്പ്രാണിക്കൊടി ദ്വീപിൽ എത്തിച്ചേരുകയാണ്. ഇവിടെ നമുക്ക് ഇറങ്ങി നടക്കാവുന്നതാണ് കുറച്ച് നേരം. ഇതിൻ്റെ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയ കടികളൊക്കെ കിട്ടും. ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ സാമ്പ്രാണിക്കൊടി ദ്വീപ്. പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു.